സുഹൃത്തുക്കളെല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് ഇത് ക്രിസ്ത്യാനികളെയും പുരോഹിതരെയും ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ മറ്റ് എൻ്റെ മതസ്ഥരായിട്ടുള്ള ഫ്രണ്ട്സ് അത് നിർബന്ധമില്ല ഇത് കാണണമെന്നുള്ളൂ, നിങ്ങളുടെ സമയം നിങ്ങൾ കളയണ്ട. പക്ഷേ എൻ്റെ ഈ ടോക്കുകൾ ഈ ക്രൈസ്തവ സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പുരോഹിതരുടെ മനസ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ, അങ്ങനെ ഈ സമുദായം ഒരു നല്ലൊരു അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിത് ചെയ്യുന്നത്. ആരെങ്കിലുമൊക്കെ ഇത് കാണണം, പ്രത്യേകിച്ച് പുരോഹിതരും ക്രിസ്ത്യാനികളും. ഓക്കെ, അപ്പോൾ അത് അവരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ബൈബിളിൽ പറയുന്നൊരു കാര്യമുണ്ട്, 99 ആടുകളുടെ ഉപമ. അതായത് 100 ആടുകളിൽ 99 ആടുകളെ ഉപേക്ഷിച്ചിട്ട് കാണാതായ ഒരു ആടിനെ അന്വേഷിച്ച് പോയിട്ടുള്ള ഒരു ഉപമ പള്ളിയിൽ ഈ ബൈബിളിൽ പറയുന്നുണ്ട്, പുതിയ നിയമത്തിൽ. ഇതൊക്കെ പ്രസംഗങ്ങളിൽ അച്ഛന്മാരെ അടിച്ച് കീച്ചു വിടുന്ന പ്രസംഗങ്ങളാണ്. അടിച്ച് വിടുവരും ഈ പ്രസംഗമൊക്കെ ഒരു ഘോര പ്രസംഗങ്ങളാണ് ഇവർ നടത്തുക. അതായത് 100 ആടുകളുള്ള ഒരു ഇടയൻ, 100 ആടുകളുള്ള ഒരു ഇടയൻ, ആ ഇടയൻ ആടുകളെ നോക്കണ സമയത്ത് ഒരു ആടിനെ കാണാതെ, അപ്പൊ 99 ആടിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോവാണ് ഈ ഒരു ആടിനെ അന്വേഷിച്ച്. കേൾക്കുമ്പോൾ തോന്നുന്നു ഇയാൾക്ക് തലയ്ക്ക് പ്രാന്താണോന്ന്. അതായത് 99 ആടിനെ ഉപേക്ഷിച്ചിട്ട് ഒരു ആടിനെ അന്വേഷിച്ച് പോവാണ്. അപ്പൊ ഇയാൾക്ക് വട്ടല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക. കാരണം ഈ 99 ആട് നഷ്ടപ്പെടില്ല. അപ്പൊ ആള് പറയുന്നത് ഈ 99 ആളെ ചിന്തിതാണ്, 99 ആടുകൾ ഒരുമിച്ച് നിൽക്കണം, അവർക്ക് പ്രശ്നമില്ല. പക്ഷെ ഒരു ആട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിനെ മറ്റു മൃഗങ്ങൾ പിടിച്ചേക്കാം എന്നുള്ള ചിന്തയിലാണ് പുള്ളി പോകുന്നത്. അപ്പൊ പുരോഹിതനും യേശുവും തമ്മിലുള്ള വ്യത്യാസം, പുരോഹിതൻ 99 ആടുകളുടെ കൂടെ നിൽക്കും, പോയ ആട് പോട്ടെ എന്ന് വെക്കും. യേശു എന്താണ് ചെയ്തത്? അന്ന് ജീവിച്ചിരുന്നപ്പോൾ യേശു ചെയ്തത് 100 ആടുകളിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടപ്പോൾ അതിനന്വേഷിച്ച് പോയി. അതാണ് ഈ നല്ല ഇടയൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് ജീസസിനെ അവതരിപ്പിക്കാനായിട്ട് ഉണ്ടായ കാരണം. ഈ ഒരൊറ്റ ഉപമയാണ്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ വേശ്യാവൃത്തി ചെയ്യുന്നത് ഒരു തെറ്റായിരുന്നു. അപ്പൊ അത്തരത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീകളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് അന്നത്തെ നിയമം. കല്ലെറിഞ്ഞു കൊല്ലണം, അതായത് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഇതൊക്കെയായിരുന്നു അന്നത്തെ നിയമം. അപ്പൊ യേശു ഇതിനെതിരെ പ്രതികരിച്ചു. അപ്പൊ യേശു പറഞ്ഞു, അന്നപ്പോ യേശു അപ്പൊ ഒരു ഗുരുസ്ഥാനീയനായിട്ടൊക്കെ അവിടെ അറിയപ്പെടാണ്. അപ്പൊ യേശുവിനോട് ചോദിച്ചത്, ഈ വ്യക്തിനെ ഈ സ്ത്രീയെ വേശ്യാവൃത്തി ചെയ്തു എന്ന് സമൂഹം ആരോപിക്കുന്ന വ്യക്തിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നു. ആ സമയത്ത് യേശു അങ്ങോട്ട് ചെന്നതാണോ, അല്ലെങ്കിൽ യേശുവിന്റെ അടുത്തേക്ക് ഇവരെ കൊണ്ടുവന്നതാണോ എന്നറിയില്ല. അപ്പൊ യേശു അവരോട് ചോദിക്കുന്നത്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, നിങ്ങളിൽ തെറ്റ് ചെയ്യാത്തവർ, വേശ്യാവൃത്തിക്ക് പോകാത്തവർ, മീൻസ് ഈ വേശ്യാവൃത്തി ചെയ്യുന്ന സ്ത്രീകളുടെ അടുത്ത് പോകാത്തവർ കല്ലെറിയട്ടെ എന്നാണ് പുള്ളി അവിടെ പറഞ്ഞത്. അപ്പൊ കല്ലവിടെ ഇട്ടിട്ട് എല്ലാവരും പോയി. അതിന്റെ പറഞ്ഞു, പണ്ട് ഈ സ്ത്രീയോട് പറഞ്ഞു, നീ ഇനി തെറ്റ് ചെയ്യരുത്, അതായത് ഈ പരിപാടി നീ നിർത്തണം എന്ന് യേശു പറയുകയും ചെയ്തു. അപ്പൊ ഞാൻ പറയണത്, ഈ പുരോഹിതനും യേശുവുമായിട്ട് പ്രത്യേകിച്ച് യാതൊരുവിധ ബന്ധമില്ല. കാരണം അവന്റെ പ്രവൃത്തികൾ നിങ്ങൾ നോക്കുക, അവൻ ഏത് ഇടവകയിൽ ചെന്നാലും, അവൻ ഏത് പള്ളിയിൽ ചെന്നാലും അവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ കൂടെ അവൻ നിൽക്കുള്ളൂ. അല്ലാതെ ശരി ഏതാണ്, ന്യായം ഏതാണെന്നുണ്ടെങ്കിൽ അവനത് നിൽക്കില്ല. കാരണം നിന്നിട്ട് കാര്യമില്ല, അവൻ ഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കണം. ഇതാണ് അവന്റെ വിഷയം. ഇപ്പൊ എന്റെ വിഷയത്തിൽ എനിക്കൊരു തെറ്റ് പറ്റിയെന്ന് വിചാരിക്കും. സപ്പോസ് എനിക്കൊരു തെറ്റ് പറ്റി, അപ്പോൾ ബിഷപ്പും പുരോഹിതനും കൂടെ എന്താ ചെയ്യേണ്ടത്? ബിഷപ്പും പുരോഹിതനും കൂടെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ പുരോഹിതൻ ചെയ്യേണ്ടത്, എൻ്റെ അടുത്ത് വന്നിട്ട് എടാ എന്താ പ്രശ്നം, എന്താ കാര്യം, എന്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്നതിന് പകരം എന്നെ കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കാനായിട്ട് സൈബർ പോലീസിന്റെ അടുത്തേക്ക് പോയി. അപ്പൊ ഞാൻ പറയണത്, ഈ തെറ്റുകൾ ചെയ്യുന്ന യേശു ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ളത് മോശം വ്യക്തികളുടെ കൂടെയാണ്. സമൂഹത്തിൽ മോശം എന്ന് പറയുന്ന വ്യക്തികളുടെ കൂടെയാണ് യേശു പോയിട്ടുള്ളത്. അവരുടെ അടുത്ത് സമയം ചെലവഴിച്ചിട്ടുള്ളത്. അപ്പൊ ആൾക്കാർ ചോദിക്കും, നീ എന്തിനാണ് അവിടെ പോകുന്നത്? അപ്പൊ ആള് പറഞ്ഞു, ഞാൻ രോഗികളെ തേടിയിട്ടാണ് വന്നത്, അല്ലാണ്ട് ആരോഗ്യമുള്ളവരെ തേടിയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് ഒരു 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 ഉപമ രീതിയിൽ അദ്ദേഹം പറഞ്ഞത്. ഞാൻ പ്രശ്നങ്ങളുള്ളവരുടെ അടുത്തേക്കാണ് വന്നിട്ടുള്ളത്. ഇന്നിപ്പോ ഏത് പുരോഹിതനുണ്ട് ഇവിടെ നാട്ടിലൊരു മോശമായിട്ട് നടക്കുന്ന ഒരു പ്രശ്നക്കാരനാണെന്ന് പറയുന്ന ആ വ്യക്തിയുടെ അടുത്ത് ചെന്ന് അവന്റെ മനസ്സിലൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് എത്ര പുരോഹിതർ ശ്രമിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞ എല്ലാവരും അടച്ചാക്ഷേപിക്കില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യണം. കാരണം യേശു അങ്ങനെയാണ് ചെയ്തതെന്നാണ് ബൈബിളിൽ പറയുന്നത്, നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പൊ നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങളെ സമൂഹം വിലമതിക്കുക. അല്ലാതെ ഹോണ്ട സിറ്റിയിലും ബെൻസിലും ഇതൊക്കെ നിങ്ങൾ സിനിമയിൽ ഓരോ ഡയലോഗുകൾ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും സിനിമയിലത്തെ ഡയലോഗാണ്. നല്ല, ഇത് ഓരോ തിരക്കഥാകൃത്തുമാരും അവരറിഞ്ഞതും അവരനുഭവിച്ചതും അവരുടെ സുഹൃത്തുക്കളിൽ നിന്ന് കേട്ടതും അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ് സിനിമയിൽ വരുന്നത്. ഈപ്പറ്റും പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ സിനിമയിലെ ഡയലോഗ് നീ കാണപ്പെടാൻ ഓർമ്മയില്ല. പക്ഷെ ഈ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം തിരുമേനിമാരെ കുറിച്ച് പറയുന്നത്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെന്ന് ഉദ്ദേശിക്കുമ്പോൾ പുരോഹിതർ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കേണ്ടത്, 100 ആടുകളിൽ ഒരാട് നഷ്ടപ്പെടുമ്പോൾ ആ ആടിനെ തേടിപ്പോയി അതിനെ കൊണ്ടുവരികയും അതിനെ സുരക്ഷിതമാക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ഇടയൻ. അല്ലാത്തവൻ യഥാർത്ഥ ഇടയനല്ലോ, നിങ്ങളുടെ നേതാവല്ല. ഇന്ന് ഈ സമൂഹത്തിൽ ക്രിസ്ത്യാനികൾ എത്രയോ പ്രശ്നങ്ങൾ നേരിടുന്നു. അപ്പോൾ ഈ ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്താൽ പുരോഹിതൻ ഒറ്റപ്പെടുമെന്നുള്ള ചിന്തയാണ് അവനെ പേടിപ്പിക്കുന്നത്. അപ്പോൾ അവൻ ഭൂരിപക്ഷത്തിന് കൂടെ നിൽക്കുകയാണ്. മനസ്സിലായി? വളരെ വിരലിലെണ്ണാവുന്ന കുറച്ച് പുരോഹിതരുണ്ട്,
ഒരു 5 പേരെടുത്തോ, ഒരു 5 പേരുണ്ടാവും ഈ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടുന്ന അനീതികൾ അതിനെതിരെ സംസാരിക്കുന്ന എത്ര പുരോഹിതരുണ്ട്? അപ്പോൾ ഇവർ ഭൂരിപക്ഷം എന്താണോ ഞങ്ങൾ അതിൻ്റെ കൂടെയാണ്, വിജയിക്കുന്നവൻ ആരാണോ അതാണ് ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്ന പോലെയാണ് പുരോഹിതൻ്റെ അവസ്ഥ. എനിക്ക് നേരിട്ടുള്ള അവസ്ഥ വേറെ അവസ്ഥ, മനസ്സിലായില്ലേ? ക്ഷമിക്കാൻ പറഞ്ഞിട്ട് അവർക്ക് ക്ഷമിക്കാൻ പറ്റണല്ലേ? ക്ഷമിക്കാൻ പറഞ്ഞു യേശു, പക്ഷെ പറ്റുന്നില്ല. എന്നിട്ട് ഇവർ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് അതിൽ പറയുന്ന മറ്റൊരു തമാശ, നിങ്ങളുടെ സഹോദരന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയാൽ, നിങ്ങളുടെ സഹോദരന് നിങ്ങളോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയാൽ അവൻ്റെ അടുത്ത് പോയിട്ട് രമ്യതപ്പെട്ടിട്ട് വന്നിട്ട് വേണം കുർബാന എത്തിക്കാൻ എന്നാണ് പറയണത്. ഇവിടെ കുർബാനയിൽ തന്നെ തമ്മിലടിയാണ്. കുർബാന എങ്ങനെ എത്തിക്കണം, ബലി അർപ്പിക്കണതിൽ തന്നെ അങ്ങോട്ട് തിരിഞ്ഞ് ചെല്ലണോ ഇങ്ങോട്ട് തിരിഞ്ഞ് ചെല്ലണോ, ഫ്രണ്ട് കാണിച്ച് ചെല്ലണോ ബാക്ക് കാണിച്ച് ചെല്ലണോ എന്ന് ചോദിച്ചിട്ടുള്ള അടിയാണ്. ബലി അർപ്പിക്കാനായിട്ട് പോണേക്കാൾ മുമ്പേ നിന്റെ സഹോദരനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ട് രമ്യതപ്പെട്ടിട്ട് വേണം ബലി അർപ്പിക്കാൻ, അതായത് കുർബാന എത്തിക്കാൻ, പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞിട്ടുള്ളത്, പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഇവര് ഈ കുർബാന ചൊല്ലണതിന്റെ ബേസിൽ അടിയാണ്. അപ്പൊ നിങ്ങൾക്കൊന്നും മനസ്സിലാക്കൂ ഈ വിരോധാഭാസം. എത്രയോ കന്യാസ്ത്രീകളോട് പീഡിപ്പിച്ചിട്ട് അവരെ എത്രയോ പീഡനങ്ങൾ ഇരയാക്കി കിണറ്റിൽ വീണ് അവർ മരിച്ചു കിടന്നിട്ട് പോലും ക്രിസ്ത്യാനികൾക്ക് ഇപ്പോഴും ക്രിസ്ത്യാനികൾ ആരുടെ കൂടെ? പുരോഹിതന്റെ കൂടെ. ക്രിസ്ത്യാനികൾ ആരുടെ കൂടെ? പുരോഹിതന്റെ കൂടെ. അപ്പോൾ ഇവർ മൊത്തത്തിൽ ഇതൊരു എന്താ പറയുക, ഒരു അവസ്ഥയിലാണ് ഈ സമൂഹം. പക്ഷെ ആരും തുറന്ന് പറയണില്ല എന്നുള്ളൂ. എത്രയോ പേരെന്നെ വിളിച്ചിട്ട്, എടാ ഞാൻ പറയാൻ വിചാരിച്ച കാര്യമാണ് നീ പറഞ്ഞത്, ഞാൻ പറയാൻ വിചാരിച്ച കാര്യമാണ് നീ പറഞ്ഞത്, വളരെ സന്തോഷമുണ്ട്, ഞങ്ങളുടെ ജീവിതം തന്നെ ധന്യമായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇതൊക്കെ കേട്ടിട്ട്. ഓരോരുത്തരുടെ ഉള്ളിലുള്ള അമർഷം, ഇത് പറയാൻ പറ്റാത്തത്, അവരുടെ ഫാമിലിനെ കുറിച്ച് ചിന്തിച്ചിട്ട്, അവരുടെ ഭാര്യയെ കുറിച്ച് ചിന്തിച്ചിട്ട്, മക്കളെ കുറിച്ച് ചിന്തിച്ചിട്ട് അവർക്ക് പറയാൻ പറ്റുന്നില്ല ഈ കാര്യങ്ങൾ. ഇതാണ് ക്രിസ്ത്യാനികളുടെയും പുരോഹിതന്റെയും യഥാർത്ഥ അവസ്ഥ. ഇവര് ഒറ്റപ്പെടുന്നവന്റെ കൂടെ നിൽക്കില്ല, ഒരു ക്രിസ്ത്യാനി നിൽക്കില്ല. ഒരാളൊരു പ്രശ്നത്തിൽ പറ്റി വഴിമാറി പോവുള്ളവര്, കാരണം അവരുടെ നേതാക്കന്മാർ അതാണ് അവർ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. പക്ഷെ യേശു എന്താ ചെയ്തെന്നുള്ളത് ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതാണ് ക്രിസ്ത്യാനികൾക്കും പുരോഹിതനും ഈ സഭയ്ക്കും ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അപജയം, തോൽവി. ഇതൊരു റീതിങ്കിങ്ങിന്, ഒരു വിചിന്തനത്തിന് ഇവർ തയ്യാറായാൽ ഈ സമൂഹം രക്ഷപ്പെടും. അതല്ലെങ്കിൽ പതുക്കെ സ്വയം ഇല്ലാതെയാകും.